ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചമ്മന്തിയാണ് കേട്ടോ. ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി. അപ്പോൾ നമുക്കതിന് ആവശ്യമുള്ള സാധനങ്ങൾ, ചെറിയുള്ളി ഇതിനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അളവ് പറയുകയാണെങ്കിൽ ഒരു 100 ഗ്രാം ഉണ്ടാവും. പിന്നെ ഒരു 25 ഗ്രാമൊക്കെ വെളുത്തുള്ളി ഉണ്ടാവും. പിന്നെ ഒരു തക്കാളി, പിന്നെ മുളക് പൊടി. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നും നമുക്ക് വറക്കുക ചൂടാക്കുക ഒന്നും വേണ്ട. അപ്പം നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒക്കെ ഒന്നിച്ചിട്ട് കൊടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട. അരയ്ക്കുമ്പോൾ ഉള്ളിയിൽ നിന്ന് തന്നെ തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഉണ്ടാവും. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് മുളക് ചേർക്കാം കേട്ടോ. നല്ല കളർ കിട്ടാനാണ് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇടുന്നത്. കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ഇടുക കേട്ടോ. പിന്നെ ഇല്ലെങ്കിൽ മുളക് പൊടി ഇടുക. ഇവിടെ കാശ്മീരി മുളക് ഇല്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ മുളക് പൊടി ഇടുന്നത്. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കളർ കിട്ടും. സാധാ മുളകാണെങ്കിൽ അത്ര കളർ കിട്ടില്ല. ചില മുളകിനെ കളർ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു ലേശം പുളി ചേർക്കാം. വളരെ കുറച്ച് പുളി ചേർത്താൽ മതി. പിന്നെ അതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കണത് പഞ്ചസാരയാണ്. അതൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതല്ലാതെ ഒന്ന് ബാലൻസ് ആവാനാണ് പഞ്ചസാര ചേർക്കുന്നത്. നമുക്കിനി ഇത് അരച്ചെടുക്കാം. അപ്പൊ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി ഇതാണ്. നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് മാറ്റാം. അത് നമ്മൾ ചമ്മന്തി ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഒന്ന് വറുത്തിടാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. നമ്മളിതിൽ വറുത്തിടുന്നത് എണ്ണയിലാണ് കേട്ടോ. അപ്പോൾ കറണ്ട് പോയി. അപ്പം എണ്ണയിലാണ് നമ്മൾ വറുത്തിടുന്നത്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് ഉഴുന്ന് കേട്ടോ. ഉണക്കമുളക്, നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചമ്മന്തിയിലേക്ക് എടുത്ത് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദോശ ഉണ്ടാക്കാം. നെയ്യാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നെയ്യ് വെക്കുക കേട്ടോ. അപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചമ്മന്തി
ചമ്മന്തിയും ദോശ ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. പെട്ടെന്ന് നമുക്ക് ദോശയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ചമ്മന്തിയാണ്.